നമ്മുടെ മറയൂരിൻ്റെ മണ്ണെന്ന് പറയുന്നത് കരിമ്പും കൃഷിക്ക് അനുയോജ്യമാണ്. എപ്പോഴും ഇവിടെ കരിമ്പ് അവൈലബിൾ ആയിട്ടിരിക്കും. കാരണം ഇന്ന സമയം എന്നൊന്നുമില്ല, കൃഷി ഇന്ന സമയത്ത് ചെയ്യാവുന്നൊന്നുമില്ല. എപ്പോഴും കരിമ്പ് കൃഷി ഇവിടെ തുടർച്ചയായിട്ട് ഉണ്ടാകുന്നതാണ്. പിന്നെ നമ്മൾ കരിമ്പ് ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇവിടെ ഇട്ട് വാഷ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഈ അരക്കുന്ന മെഷീനിലേക്ക് കയറ്റി വിടുക. ഇതിലേക്ക് കയറ്റി വിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ജ്യൂസ് താഴെ ഫിൽറ്റർ ചെയ്ത് സംഭരിക്കുകയും ഇതിൻ്റെ ചണ്ടി ഇതാ പുറത്തേക്ക് വരികയും ചെയ്യും. ഇതിനെ നമ്മൾ പാടത്തേക്ക് ഇട്ട് ഉണക്കി അത് തന്നെയാണ് അവിടെ തീയരിക്കുന്നതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അവിടെ ആ തീയരിക്കുന്നത് ഈ ഇതിന്റെ ചണ്ടി ഉണക്കിയത് തന്നെയാണ്. ആ തീയരിയുന്ന കരി തന്നെയാണ്, ചാരം തന്നെയാണ് ഇതിന്റെ വളവും. ഒരു റീസൈക്കിളാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഫിൽറ്റർ ചെയ്ത് സംഭരിക്കുന്ന ജ്യൂസ് ഈ ടാങ്കിലേക്ക് 1000 ലിറ്ററായിട്ട് കടത്തിവിടും. ഈ ടാങ്കിലേക്ക് 1000 ലിറ്ററായിട്ട് കടത്തിവിട്ട് കഴിഞ്ഞാൽ ഇത് ഈ പൈപ്പ് വഴി ഇതിന് ഈ പാനയിലേക്ക് ഒഴിക്കും. ഈ 1000 ലിറ്റർ 3 മണിക്കൂർ തുടർച്ചയായിട്ട് ഹീറ്റ് കൊടുത്ത് 200 ലിറ്ററായിട്ട് വറ്റിക്കും. ഈ 200 ലിറ്ററായിട്ട് വറ്റുന്ന സമയത്ത് ഈ 15 പൊങ്ങുന്നതാണ് ഷുഗർ കണ്ടന്റ്. ഇതിനെ നമ്മൾ ഇതിൽ നിന്ന് റിമൂവ് ചെയ്യുക. അതിന് പറയുന്ന പേരാണ് മൊളാസിസ് എന്നാണ് പറയുന്നത്. സാധാരണ ഈ മൊളാസിസ് ബിയർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. നമ്മളിവിടെ അതിനായിട്ടൊന്നും ഉപയോഗിക്കുന്നില്ല, മറ്റൊന്നിനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നില്ല. ഇത് കളയുകയാണ് ചെയ്യുന്നത്. ഇത് ഈ 200 ലിറ്റർ ആയിട്ട് വറ്റിക്കഴിയുമ്പം ഈ ഷുഗർ കണ്ടന്റ് മാറ്റിയതിന് ശേഷമാണ് നമ്മൾ ഈ ട്രേയിലേക്ക് കടത്തിവിടുന്നത്. ഈ 200 ലിറ്റർ ശർക്കര പാനി ഈ ട്രേയിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ അതിനെ മാവിന്റെ പലക കൊണ്ടുണ്ടാക്കിയേക്കുന്ന ഒരു ട്രേ ആണ്. ഈ മാവിന്റെ പലക കൊണ്ടുണ്ടാക്കിയേക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ശർക്കരപ്പാനി ഇറങ്ങി വരുന്ന ശർക്കരപ്പാനി അതിന്റെ സൈഡുകളിലേക്ക് കോരി പിടിപ്പിക്കുമ്പോഴത്തേക്ക് അത് വിയർക്കാൻ തുടങ്ങും. ആ വിയർപ്പ് പിടിച്ചെടുക്കുന്നത് ഈ മാവിന്റെ പലകയാണ്. അപ്പോൾ അതിന് ശേഷം ഇതിനെ 4 സൈഡിലായിട്ട് കോരി പറ്റിച്ച് കൂട്ടിയിട്ടാണ് നമ്മൾ ശർക്കരയായിട്ട് ഉരുട്ടിയെടുക്കുന്നത്. പിന്നീട് ശർക്കര പൊടിയാക്കുന്നത് പിന്നീട് ഒരു പ്രോസസ്സിംഗ് കൊണ്ട് ഇതിനെ ഒന്നുകൂടെ ഹീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ. അപ്പോൾ ആ ഒന്നുകൂടെ ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് ഷുഗർ കണ്ടന്റ് വീണ്ടും കുറയും. അതുകൊണ്ട് നമ്മളുടെ ശർക്കരപ്പൊടി ഡയബറ്റീസ് പേഷ്യൻസിനെല്ലാം ചായ കോഫിയിലൊക്കെ ഉപയോഗിക്കാം. പിന്നെ ഇതെന്ന് പറയുന്നത് ഈ പാനയെന്ന് പറയുന്നത് ഒരു പരമ്പരാഗതമായിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു പാനയാണ്. താഴെ ഇരുമ്പിന്റെ ഷീറ്റ് കൊണ്ട് മുകളിലേക്ക് അലൂമിനിയമാണ്. നിങ്ങൾക്ക് ഇപ്പോൾ 140 ഡിഗ്രിയിൽ തിളക്കിയാണ് വന്നിട്ട് ഞാൻ അത് പിടിച്ചു നോക്കിക്കട്ടെ. ചൂടില്ല. അത് ഈ പാനയുടെ ഒരു പ്രത്യേകതയാണ്. ഇത് 1977 GR സ്പൈസസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നമ്മളാണ് കേരള ഗവൺമെന്റിന്റെ അംഗീകാരമൊക്കെ കിട്ടി GI സർട്ടിഫിക്കറ്റോട് കൂടി തന്നെ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. നിങ്ങളുടെ നാട്ടിലൊക്കെ ഈ കരിമ്പിന്റെ ജ്യൂസ് കിട്ടും. അത് ജലാംശം കൂടിയ കരിമ്പാണ്, ജ്യൂസിന് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. നമ്മളെ കരിമ്പ് എന്ന് പറയുന്നത്, കരിമ്പിന്റെ ജ്യൂസ് എന്നൊക്കെ പറയുന്നത് ഈ മഞ്ഞപ്പിത്തം പോലുള്ള ഓരോ അസുഖങ്ങൾക്ക് കരിമ്പ് ജ്യൂസ് ഏറ്റവും നല്ലതാണ്. സാമ്പിൾ നോക്കാവേ. അവിടെ ആളുണ്ടോ? ഒറിജിനൽ സാധനം. അയച്ചോ?